ശ്രീ വി വസീഫ്, ഇപ്പോൾ ഇന്ന് മറ്റൊരു BJP നേതാവ് പറഞ്ഞത് ഇത് കുടുംബകാര്യമല്ലല്ലോ എന്നാണ്. അതായത് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കാതിരിക്കാൻ കാരണം ഇത് കുടുംബകാര്യമല്ലാത്തത് കൊണ്ടാണ് എന്നാണ്. ഇത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുടുംബകാര്യമല്ല എങ്കിൽ കേന്ദ്രത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാകുമോ? അല്ല മധു, ഈ BJPയുടെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോട് യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ടത് ഇങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഈ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളില്ലേ, അദ്ദേഹം ആരാ? അദ്ദേഹം ഇവിടെ നേരത്തെ പറഞ്ഞ ഈ മരുമോനായി നടത്തിയ ഇടപാടുകൾ നടത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സഖാഹ് മുഹമ്മദ് റിയാസ് DYFIയുടെ ഭാരവാഹിത്വത്തിലും ഇടതുപക്ഷ പ്രവർത്തകനുമായി ഈ തെരുവിൽ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. അദ്ദേഹത്തിന് ഒരു പക്ഷേ അത് അറിയാൻ സാധ്യത കുറവാണ്. കാരണം മറ്റു പലതുമായിരുന്നു ജോലി. ഇവിടെ വന്ന് തൻ്റെ കയ്യിലെ പണം ഉപയോഗിച്ച് BJPയെ വാങ്ങി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. അതും വെച്ച് കേരളത്തിലെ പൊതുപ്രവർത്തകരെ വിലയിരുത്താനും മാർക്കിടാനും അദ്ദേഹം മെനക്കെടരുത്. അത്രേ അദ്ദേഹത്തോടൊക്കെ പറയാനുള്ളൂ. അതും കേട്ട് ഈ പറയുന്ന തരത്തിലേക്ക് ആക്ഷേപവുമായിട്ട് വരികയാണ് കേരളത്തിലെ BJP. അവരോടൊക്കെ എന്ത് പറയാനാ? രാജ്യത്തെ BJP എന്ന് പറയുന്നത് പണക്കാരുടെ കയ്യിലെ പാവകളായി മാറിയില്ലേ? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്ത് നടപടിയും സ്വീകരിക്കുന്നവരല്ലേ ഇവർ? അവസാനം കോർപ്പറേറ്റിന് BJPയെ തന്നെ എഴുതി കൊടുത്തു, കേരള ഘടകം BJPയെ. അതിനൊന്നും ഒരു നാണവും മാനവും ഇവർക്കില്ല. എന്നിട്ട് വന്ന് വലിയ വർത്തമാനം പറയാം. അതവിടെ ഇരിക്കട്ടെ. ഇവിടെ കോൺഗ്രസിൻ്റെ നേതാവിനോട് ചെറിയ ഒരു ഒറ്റ കാര്യത്തിൽ എനിക്ക് ഒരു മറുപടി കൊടുക്കാനുള്ളത്, ഇത് ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ ഒരു വാർത്തയാണ്. NHAI പുൾസ് ഔട്ട് ഓഫ് എക്സ്പാൻഷൻ വർക്ക് ഇൻ കേരള. കേട്ടല്ലോ? 2014 10 മാസം. അടുത്തത്, കേരളത്തിലെ ഹൈവേ വികസന പദ്ധതികൾ ഉപേക്ഷിച്ചതായി കേന്ദ്രം. സംസ്ഥാനത്തെ ഹൈവേ വികസന പദ്ധതികൾ ഉപേക്ഷിച്ചെന്ന് കേന്ദ്രം. ഇത് 25 നവംബർ 2014. ഈ വാർത്ത കുറച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ പ്രതിപക്ഷ ഉപനേതാവൊക്കെയായ നേരത്തെ നിങ്ങളുടെ നേതാവൊക്കെയായ MK മുനീറിൻ്റെ ചാനൽ ഇന്ത്യ വിഷൻ്റെ വാർത്തയാണ്. കണ്ടല്ലോ? ഇനിയും നിങ്ങൾക്ക് എന്താണ് ബോധ്യപ്പെടുത്താനുള്ളത്? നിങ്ങൾ ഈ 2013 ഓർഡർ എന്നൊക്കെ പറയുന്നു. മൻമോഹൻ സിംഗിന്റെ കാലത്ത് കുറെ കാലമായില്ലേ പറയാൻ തുടങ്ങിയിട്ട്? എത്ര തവണ പറഞ്ഞു? ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിയമസഭക്കത്തും അതിന്റെ പുറത്തും അല്ല. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ, അതിലൂടെ വരാം. പിന്നെ നിങ്ങൾ ഈ NHAIയുടെ ഈ ക്ലോസ്, NHAIയുടെ ഭൂമി ഏറ്റെടുക്കൽ പാർലമെന്റിലും രാജ്യസഭയിലും നിങ്ങൾ അവതരിപ്പിച്ച ബില്ലിൽ ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് KN ബാലഗോപാൽ MP-യും ഇന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കേരളത്തിന്റെ P രാജീവ് മിനിസ്റ്റർ, ഇന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രി, അന്ന് പാർലമെന്റിൽ ആവശ്യപ്പെട്ടതാ NHAIയുടെ ഈ ഭൂമി ഏറ്റെടുക്കൽ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്ന്. നിങ്ങളത് ചെയ്തിട്ടില്ല. നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കല്ലിട്ടാൽ മാത്രം മതി, വികസനം നടത്തേണ്ടതില്ല. വാഗ്ദാനങ്ങൾ മതി, പാലിക്കേണ്ടതില്ല. ഇതാ കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ട് അതിലേക്കൊക്കെ നിൽക്ക്. പിണറായി വിജയന് നന്ദി. വിജയൻ സാർ നന്ദി. പിണറായിക്ക് ഗഡ്കരിയുടെ പ്രശംസ. ഇതൊന്നും ദേശാഭിമാനി വാർത്തകളല്ല. ശ്രീ വി വസീഫ്, അങ്ങ് പറയുന്നത് ശരിയാണ്. പക്ഷേ രണ്ടുപേർ പറയുന്നതിലും വസ്തുതകളുണ്ട്. രണ്ടും അർത്ഥസത്യങ്ങളായതിന്റെ പ്രശ്നമാണ്. അതായത് ഇവിടെ നിന്ന് സർവകക്ഷി യോഗം ചേർന്ന് VS-ന്റെ കാലത്ത് സർവകക്ഷി യോഗം ചേർന്ന് 30 മീറ്റർ മതി എന്ന തീരുമാനമെടുത്തു. ശേഷം ദില്ലിയിലേക്ക് പോയി ആ സർവകക്ഷി സംഘം. VS ഉണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, മറ്റു പലരുമുണ്ട്. പിന്നീട് നമ്മുടെ ഇപ്പോഴത്തെ കേന്ദ്രവുമായുള്ള പ്രത്യേക പ്രതിനിധി ഉണ്ടല്ലോ, അദ്ദേഹം ഓർമ്മ പങ്കുവെച്ചത് അന്ന് മൻമോഹൻ സിംഗ് ഈ സർവകക്ഷി പ്രമേയം എടുത്തു വെച്ച് വായിച്ച് ചിരിച്ചു എന്നാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് 60 മീറ്റർ മതി, കേരളത്തിൽ 30 മീറ്റർ മതി എന്നൊരു സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു പോയി അറിയിക്കുകയാണ് എന്ന്. അപ്പോൾ ആ തീരുമാനങ്ങളിൽ സർവകക്ഷി യോഗമായതുകൊണ്ട് തന്നെ കൃത്യമായി രണ്ടുപേർക്കും ഉത്തരവാദിത്തമുണ്ട്. പിന്നീട് 2010 എങ്ങനെ 2010 VS ഇരിക്കുന്ന സമയത്ത് 45 മീറ്റർ ആക്കാനുള്ള തീരുമാനം രാഷ്ട്രീയമായി കൈക്കൊണ്ടു. പക്ഷേ സ്ഥലമേറ്റെടുപ്പ് മുന്നോട്ട് പോയില്ല. സ്ഥലമേറ്റെടുപ്പ് മുന്നോട്ട് പോകില്ല എന്നുള്ള സാഹചര്യത്തിലാണല്ലോ സർവകക്ഷി യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നത്. സ്ഥലമേറ്റെടുപ്പ് മുന്നോട്ട് പോയില്ല. അതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് രണ്ട് സർക്കാരുകളുടെ കാലത്തും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ്. പൂർണ്ണാർത്ഥത്തിൽ ശരിയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം വന്ന പിണറായി വിജയൻ സർക്കാരിന് തന്നെയാണ് അതിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് എന്നുള്ളത്. പക്ഷെ അതുവരെയുള്ള ഉത്തരവാദിത്തം സമാനമല്ലേ? അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും കേരളത്തിൻ്റെ വികസനമാണ് 1-ാം നമ്പർ അജണ്ട.
കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിൽ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പരമാവധി ജനങ്ങൾക്ക് സൗകര്യമൊരുക്കുന്ന തരത്തിൽ, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുന്ന കാര്യത്തിലെല്ലാം നല്ല പരിഗണന ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ ഒരു താല്പര്യം. അതിനനുസരിച്ചാണ് മുന്നോട്ട് പോയത്. ഞാൻ മറ്റൊന്നും കാണിക്കാം. ദേശീയപാത വികസനം, സമയമില്ലാത്തത് കൊണ്ടാണ്. ദേശീയപാത വികസനം അട്ടിമറിച്ചത് BJP. 2018 സെപ്റ്റംബർ മാസം അന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് അയച്ച കത്തിന്റെ കോപ്പി സഹിത ഈ വാർത്ത. അവരാവുന്ന പണി പരമാവധി നോക്കിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത മനോരമയിൽ വന്ന ഒരു പടമാണിത്. കീഴടങ്ങില്ല കിയാറ്റൂർ. ഈ പടത്തിൽ നോക്കൂ നിങ്ങൾ. ഈ പറയുന്ന ഇവരുടെ BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അതുപോലെ തന്നെ ആ സമരത്തിന്റെ തുടർച്ചയായി ഇന്ന് ഇപ്പോൾ ഈ ചടങ്ങിലിരിക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി അന്ന് മണ്ണെടുത്ത് പോയതാ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? കിയാറ്റൂരിലെ മണ്ണെടുത്തിട്ട് വലിയ നായകനായി പോയതാ. അങ്ങനെയൊക്കെ ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചതും ഈ നാട്ടിൽ ഇങ്ങനെ ഒരു വികസനം വരരുത് എന്ന് ശ്രമിച്ചതും ഒക്കെ ആയിരുന്നു ഈ BJPയും. എന്നിട്ടിപ്പോ ഉദ്ഘാടന സമയത്ത് വലിയ ന്യായം, ഞങ്ങളുടെ പണം, ഞങ്ങളുടെ കേന്ദ്ര പദ്ധതി എന്നൊക്കെ പറഞ്ഞു വരിക. ഈ കേന്ദ്രം എന്ന് പറയുന്നത് ആരാ? അവരുടെ ഖജാനയിൽ നിന്ന് പണം എടുത്ത് ഇങ്ങോട്ട് തരികയാണോ? എൻ്റെ കയ്യിൽ മറ്റൊരു കണക്കുണ്ട്. കേരളവും കേന്ദ്ര നികുതി വിഹിതവും തമ്മിൽ 9 വർഷത്തെ കണക്കാം. കേരളം നൽകിയ നികുതി 4.93 ലക്ഷം കോടി രൂപയാണ് ഈ 9 വർഷ കാലയളവിൽ. ഈ കേരളത്തിലെ ജനങ്ങളുടെ നികുതി അങ്ങോട്ട് വാങ്ങിക്കൊണ്ടുപോയതാണ് 4.93 ലക്ഷം കോടി. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചെടുത്ത ആകെ തുക തിരിച്ചു ലഭിച്ചതോ എല്ലാ ഇവരുടെ ഗ്രാൻഡും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് 3.08 ലക്ഷം കോടി നികുതി വിഹിതമായും മറ്റ് ഗ്രാൻഡുകളൊക്കെ ആയിട്ട് കേന്ദ്രം നമുക്ക് കേരളത്തിന് നൽകിയതായത്. അതായത് കേന്ദ്രം ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചത് 1.84 ലക്ഷം കോടി രൂപയാണ്. നമുക്ക് തരേണ്ട ഈ കേരളത്തിന്റെ വികസനത്തിനും കേരളത്തിന്റെ ക്ഷേമത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി ഇവിടേക്ക് തരേണ്ട പണമാണ് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് 62% പോലും പണം തരാത്ത തരത്തിലേക്കാണ് ഇവർ പോകുന്നത്. ഇതാ BJP. ഇങ്ങനെ ഇവിടെ നിന്ന് പണം പിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഒരു വികസനവും നടക്കാത്ത, മുന്നേറ്റമില്ലാത്ത, പുരോഗതിയില്ലാത്ത BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ഈ നാട്ടിൽ നിന്ന് പണം പിരിച്ചു കൊണ്ടുപോയി ഇവര്. എന്നിട്ടൊരു നാണവുമില്ലാതെ അതെ അതെ എല്ലാം കേരളത്തിന്റെ സമ്പത്ത് ഊറ്റിയെടുത്ത് മറ്റുള്ളിടത്തേക്ക് കൊടുക്കുക. ബ്രിട്ടീഷുകാര് നമ്മുടെ രാജ്യത്ത് നിന്ന് സമ്പത്ത് ഊറ്റി അവരുടെ നാട് വികസിപ്പിച്ചതുപോലെ, അവരുടെ സമ്പത്ത് വികസിപ്പിച്ചതുപോലെ കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ യഥാർത്ഥ അർഹതപ്പെട്ട വിഹിതം തരാതെ നേരത്തെ സജീവൻ സാർ പറഞ്ഞതുപോലെ ആമയും മുട്ടയും ഈ കേരളത്തിനെ ആക്ഷേപിക്കാൻ കൊടുത്തയക്കുന്ന ഈ പറയുന്ന BJP, ആ BJPക്ക് എന്താണ് ഈ വികസനത്തിൽ പറയാനുള്ളത്? രാജ്യത്ത് ബദലായി തലയെടുപ്പോടുകൂടി സകല മേഖലയിലും ഇവരേത് കണക്ക് വെച്ചാലും ഏത് സൂചകങ്ങൾ വെച്ചാലും അതിൽ 1-ാം നമ്പർ നിൽക്കുക കേരളം. ആ സമയത്ത് ഈ ഫെഡറൽ സംവിധാനമാണല്ലോ നമുക്ക് ചില വികസനങ്ങളിൽ അവരുടെ അംഗീകാരവും അവരുടെ പിന്തുണയും ഒക്കെ വേണ്ടതുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്. അങ്ങനെയാണല്ലോ ഈ സംസ്ഥാനവും കേന്ദ്രവും ഒക്കെ. അവർ പണം തരുന്നില്ല എന്ന് മാത്രമല്ല അംഗീകാരവും തരുന്നില്ല പലതിലും. എന്തൊക്കെ ചെയ്ത് ഏതൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇവർക്ക് ഈ Debate with Madhu Saji.